എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇത് പോകണില്ലേ, ഞാനേ ഇന്നിപ്പോൾ കുറച്ച് ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു. ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു എന്ന് പറഞ്ഞാലും പോലെ ഒക്കെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആണ്. കണ്ടില്ലേ, അടുത്തൊരു എഴുതിയിട്ടുണ്ട്. ഇതാണ്ട സാധനം. അപ്പോൾ ഈ സംഭവം ഇന്നിപ്പോൾ ഞങ്ങളിവിടെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിൽ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തു. എല്ലുപൊടിയുടെ സാധനം ഇട്ടിട്ടുണ്ട്, പിന്നെ വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഇട്ടിട്ട് മണ്ണിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ സാധനം വെക്കുന്നത് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് മാത്രമൊന്നല്ല കേട്ടോ, ഇന്ന് ഞാനൊരു 3-4 പിന്നെ വേറെയും സാധനങ്ങൾ വെക്കുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം വെക്കുന്നത്. എന്താ വെച്ചാൽ ഇതൊക്കെ ഇട്ട് എല്ലുപൊടി ഇട്ടിട്ടുണ്ട്, വേപ്പും പിണ്ണാക്ക് ഇട്ടിട്ടുണ്ട്, പിന്നെ ആട്ടുംകാട്ടം ഇട്ടിട്ടുണ്ട്, പിന്നെ കുമ്മായപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇത്തിൾ ഇട്ടേക്കുന്നത് എന്താ വെച്ചാൽ പെട്ടെന്ന് വേരൊക്കെ ഇറങ്ങി പോവാനും, പിന്നെ മണ്ണിൽ എന്തെങ്കിലും കീടനാശിനികളൊക്കെ ഉണ്ട് വെച്ചാൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മായ ഇട്ടാർക്കണത്. അപ്പോൾ ഇതിപ്പോൾ ചില ആൾക്കാർ ഇതെന്തിനാണ് ഇടുന്നതെന്നൊക്കെ ചോദിക്കാണ്ടാവും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം, നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മുടെ ഒരു സംതൃപ്തിക്കും വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ വേറെ ഇപ്പോൾ ഇതിൽ ആൾക്കാർക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടോയെന്നോ അങ്ങനെ നോക്കിയിട്ടൊന്നല്ല. അപ്പോൾ അത് വെച്ചു കേട്ടോ. ഇതാണ്ട് അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിറക്കാണ്. കണ്ടില്ലേ, വളം മിക്സ് ചെയ്ത് വെച്ചാണ്. കണ്ടോ, എല്ലുപൊടി, കുമ്മായം, വേപ്പും പിണ്ണാക്ക്, ലേശം ആട്ടുംകാട്ടവും ഞാൻ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് മിക്സ് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ മിക്സ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇത് ഇടുമ്പോൾ ഒരു പിടി അങ്ങനെ ഉണ്ട് ഇടുക. കറക്റ്റായിട്ട് ഒരു പിടി ഇട്ടിട്ട് എന്നിട്ട് ഈ മണ്ണായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് വേരും കീരൊന്നും വിഷയമൊന്നുമില്ല കേട്ടോ. അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇതാക്കിയിട്ട് കൊടുക്കണം. എന്നാലും അത് സംഭവം ഇതാവുള്ളൂ. ഇതെല്ലാം വെക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ചില വീഡിയോയിൽ ഇത് ഫുള്ള് കാണിക്കാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. വളം നന്നായിട്ട് അധികമായാലും കുഴപ്പമില്ല, പക്ഷെ വല്ലാതെ ഇതാവരുത്. എന്താ വെച്ചാൽ ഇതിലൊരു പൊട്ട് പാക്ടം ബോക്സ് ഇട്ടുണ്ട് ഞാൻ. അതൊക്കെ ഇതിൻ്റെ അടിയിൽ ഈ വേരൊക്കെ ഉള്ള കാരണേ ഇതൊക്കെ അധികം. ഇതൊരു പ്രത്യേക തരം ഓറഞ്ചാണ്. ഇത് ഈ മതിലിൻ്റെ അരികിൽ വെക്കേണ്ടത് എന്താണെന്നറിയോ? എന്താ വെച്ചാൽ ഇവിടെ വേറെ ഒന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സ്ഥലം വെറുതെ വേസ്റ്റാക്കി കിടക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ മതിലിൻ്റെ അരികിൽ വെക്കുന്നത്. അപ്പോൾ എനിക്ക് നനയ്ക്കാനും സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എന്തായാലും വൈകുന്നേരം രാത്രി എൻ്റെ പണി കഴിഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് വരിക 6-6:45 ആവും വരാൻ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വെള്ളം നനയ്ക്കും. അത് നനച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്തേക്ക് സ്പ്രിംഗ്ലറിൽ വെള്ളം എത്തില്ല. അപ്പോൾ ഞാൻ ഈ ഭാഗത്ത് ഞാൻ ഓസും കൊണ്ട് നനയ്ക്കാറ്. അപ്പോൾ ഓസും കൊണ്ട് നനയ്ക്കുമ്പോഴത്തൊക്കെ എനിക്ക് നനയ്ക്കാൻ ഇവിടെ സൗകര്യമാണ്. ഈ ഭാഗത്ത് തന്നെ അടുത്ത് തന്നെ ഞാൻ പൈപ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൈകൊണ്ട് ചെയ്യാം. എന്താ വെച്ചാൽ ഇതൊക്കെ ഭാവിയിൽ എന്തായാലും ഇതൊക്കെ ഇവർ പറയണതൊക്കെ 2 കൊല്ലം 3 കൊല്ലം എന്നൊക്കെ പറയണം. പക്ഷെ അതിൻ്റെ ഉള്ളിലൊന്നും ഇത് സാധനം കായ്ക്കൊന്നുമില്ല. എന്നാലും ഇവർ പറയുമ്പോൾ നമ്മൾ അത് കേൾക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ കീടനാശിനികളൊക്കെ ഉണ്ട്, ചിലൊക്കെ പൂട്ടോ. നമ്മുടെ വീഡിയോ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മളിത് എന്തൊക്കെ ചെയ്യണു. ഇതിപ്പോൾ നമ്മളിത് ഒരു കായായി കഴിഞ്ഞിട്ട് ഇത് വീഡിയോ കാണിക്കണതിൽ അർത്ഥമില്ല. അപ്പോൾ ഇത് വെക്കുമ്പോൾ തന്നെ ഈ സാധനം കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആൾക്കാർക്ക് ഒരു വിശ്വാസം ഉണ്ടാവും, അത് ഇന്ന സമയത്ത് വെച്ചു, അപ്പോൾ ഇതിപ്പോൾ കായ്ച്ചിട്ടേ ഉള്ളൂ. ഇപ്പം നമ്മൾ ഒരു 4.5 കൊല്ലം മുമ്പേ 3 കൊല്ലം കൊണ്ട് കായ്ക്കും പറഞ്ഞിട്ടൊരു സപ്പോട്ട ഞാൻ വാങ്ങിക്കൊണ്ടുവന്നു. അതിപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 കൊല്ലം 4.25 കൊല്ലമായി. ആ സാധനം പൂവിട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ പൂവിട്ടിട്ട് കായായി കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. കറക്റ്റ് 4 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം, അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇനി വേറൊരു സാധനം കൂടി വെക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇത് വെച്ചു, ഇത് വെച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് വെള്ളം നനച്ച് കൊടുക്കണം. ലേശം കുഴിയാക്കിയിട്ട് ഇരിക്കട്ടെ, എന്നാൽ വെള്ളത്തിനൊക്കെ സൗകര്യം ഇങ്ങനെ ഇത് കിട്ടും. ഇതാണ് ഇത്. ഇനി വേറൊരു സാധനം. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ലേശം വളർന്നു കേട്ടോ. ഇത് വളർത്തിട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് ഈ കാര്യം ചെയ്യേണ്ടത്. ഇതൊരു പേര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി പേര. ആ പേരയിൽ പേര എരിയുണ്ട്. അതായത്
ബീട്രൂട്ട് പേരാന്നാണ് ഇതിന് കൊടുത്താക്കണത്. അത്യാവശ്യം വിലയുണ്ട് കേട്ടോ സാധനത്തിന്. ഈ വിലയുള്ള സാധനമൊക്കെ മുതലാവണം എന്നുണ്ടെങ്കിൽ ഇതിൽ കായ ഉണ്ടാവണം. കായ ഉണ്ടായാലും അതൊക്കെ മുതലാവുള്ളൂ. അപ്പോൾ ഇതാണ് ഈ വളപ്പം ഇതിലിട്ട് നമ്മൾ ഈ വളപ്പം ഇതിലിട്ടിട്ട് ഇത് മറ്റേത് പുറത്ത് എവിടെയെങ്കിലും ചെന്നിട്ട് മിക്സ് ചെയ്യുകയാണെന്ന് വെച്ചാലേ അവിടെ ഈ മിക്സ് ചെയ്ത സാധനങ്ങളൊക്കെ പോകും. അപ്പോൾ ഇതിൻ്റെ ഈ കുഴിയുടെ ഉള്ളിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ സാധനം വേസ്റ്റ് ആവില്ല. കണ്ടോ, ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് ഇതൊന്ന് ഇങ്ങനെ മണ്ണൊക്കെ ഉടച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഇത് കിട്ടും ചെയ്യും. മണ്ണ് നന്നായി സെറ്റാവും. എന്നിട്ട് അതിൽ ശേഷം മണ്ണ് മാന്തിയിട്ട് ഇടുക. പക്ഷേ ഈ വളം ഇടുമ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ള എന്താണെന്നറിയോ, നന്നായിട്ട് നനയ്ക്കണം. വെള്ളം കുറച്ച് ദിവസത്തേക്ക് നന്നായി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ മണ്ണ് മിക്സ് ചെയ്തിട്ടിട്ട് ഒരു 2-3 ദിവസം ഇങ്ങനെ മിക്സ് ചെയ്ത് ഇട്ടതിന് ശേഷമാണ് ഈ സാധനം വെക്കേണ്ടത്. എന്നിട്ട് അപ്പോൾ കുഴപ്പമില്ല, അപ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഇത് പേടിക്കണം. എന്താ കാരണം വെച്ചാൽ ഇത് ഭയങ്കര ചൂടാണ് ഈ സാധനം. ഈ ചൂടത്ത് ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് ചൂട് പറ്റില്ല. അപ്പോൾ നന്നായിട്ട് വെള്ളം നനവ് ഉണ്ടാവണം. വെള്ളം നനവ് ഇല്ലെങ്കിൽ മുതൽ പൂട്ടോ പൂവും പറഞ്ഞാൽ നമ്മൾ ഇത്രയും പൈസ കൊടുത്തിട്ട് വാങ്ങിക്കൊണ്ടുകൊണ്ട് ഈ സാധനം പോയി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ലൊരു ഫീലിംഗ് ആയില്ലേ. കണ്ടോ, ഇനി നമ്മളിത് മണ്ണ് മാറ്റുക, എന്നിട്ടുകൊണ്ട് വെച്ച് കൊടുക്കുക. ചെടിക്ക് ഒരു വളവോ 100 വളവൊക്കെ ഉണ്ടിച്ചാൽ നമ്മൾ ശ്രദ്ധിക്കുക. എന്നിട്ടത് വെക്കുക. എന്നിട്ട് നിർത്തി വെച്ചാൽ മതി. ഇത് ശിഖരങ്ങളൊക്കെ ചടയിൽ നിന്ന് വരും. ഇത് നന്നായിട്ട് ഇനി ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞു. ഇനി ഇതിൽ ബാക്കിയുള്ള പണി കിടക്കുന്നത് നമ്മുടെ നന പക്ക അണച്ചാൽ ഒരു കുഴപ്പം ഈ സാധനം വരില്ല. നന്നായി പിടിച്ചോളും. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് വല്ല പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അത്ര മാത്രമേ ഇതിൽ ആവശ്യമുള്ളൂ. വേറെ ഒന്നും ഇത് നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് കാര്യങ്ങൾ. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാന്ന് വെച്ചാലും വെച്ച് കഴിഞ്ഞിട്ടാണ് പോവരുത്. അതിൻ്റെ പിന്നാലെ നടക്കണം. ഇതിൻ്റെ പിന്നാലെ നടന്ന് നോക്കുക. അപ്പോൾ നമുക്കൊരു ഇതുണ്ടാവും, ഒരു റിസൾട്ട് കിട്ടും. നല്ല റിസൾട്ട് തന്നെ ആവും. അത് വിഷമിപ്പിക്കുന്ന റിസൾട്ട് ആവില്ല, നല്ല റിസൾട്ട് തന്നെ ആവും. ഞാൻ കണ്ടില്ല, ഞാൻ ഇപ്പോൾ ഇതിൻ്റെ പിന്നാലെ തന്നെ കുറേ മാസങ്ങളോളായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒക്കെ ആയി 2-3 കൊല്ലം കഴിഞ്ഞാൽ കായാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ കാണിച്ചു തരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, ബൈ. വേറെ കുത്തണല്ലേ